കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ ഒരുപാട് നാളായിട്ട് നടക്കാറുണ്ട്. കേരള മോഡലും കേരളത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഒരു 30-40 വർഷത്തിലധികമായിട്ട് 50 വർഷം വരെയൊക്കെ ആയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. ഏതെങ്കിലും ഒരു സർക്കാർ വന്നിട്ട് പെട്ടെന്ന് കേരളത്തിനെ മാറ്റിയതല്ല. കേരളത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളും, ജനാധിപത്യ ഗവൺമെൻറ്റുകളും കേരളത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട് ആരോഗ്യരംഗത്ത്. അതിനു മുമ്പുള്ള രാജകുടുംബങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പോലും അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലം നമ്മൾ മറന്നുപോകരുത്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ പലതിനെ അപേക്ഷിച്ച്, തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ പോലും അപേക്ഷിച്ച് ശുദ്ധജല ലഭ്യത വളരെ കൂടുതലാണ്. 40-ലധികം നദികളാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത്. 44 എണ്ണത്തിൽ 42 എണ്ണം. ഇത്രയും നദികൾ ഒഴുകുമ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടും, കുളിക്കാൻ വെള്ളം കിട്ടും, കൃഷിക്ക് വെള്ളം കിട്ടും. ഇത് മൂന്നും ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. ശുദ്ധജലം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ലോകത്ത് മരിക്കുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം, വയറിളക്ക രോഗം ഉണ്ടായിട്ട്. അപ്പോൾ കുടിക്കാൻ നമുക്ക് വെള്ളമുണ്ട്, കുളിക്കാനുണ്ട്, ശുചിത്വത്തോടെ ഇരിക്കാനായിട്ട്. ഇതൊക്കെ കൂടെ കൃഷിക്കും വെള്ളം കിട്ടും. അതും ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഗുണകരമായി. അപ്പോൾ ഇങ്ങനെ പ്രകൃതി പോലും നമുക്ക് അനുകൂലമാണ്. നമ്മുടെ മറുവശത്ത് അല്ലെങ്കിൽ തമിഴ്നാട് ഇത്രയും സൗകര്യങ്ങളോ സമ്പന്നത ഇക്കാര്യത്തില്ല, പ്രകൃതിയുടെ കാര്യത്തിലില്ല. അപ്പോൾ നമുക്ക് പ്രകൃതിയുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം സാർവത്രികമായി സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്തു. എവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ടോ, സാക്ഷരതയുണ്ടോ, അവിടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടെ ആരോഗ്യരംഗം മെച്ചമാകുന്നു എന്ന് പറയുന്നതിന് പ്രധാന കൈയടി കൊടുക്കുന്നത് ജനങ്ങൾക്കാണ്. കാരണം അവർ വിദ്യാഭ്യാസം ചെയ്തു, സാമൂഹ്യ അവബോധം ഉണ്ടായി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആരോഗ്യ അവബോധം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശുചിത്വ ശീലങ്ങളാണ് നമുക്ക് ആരോഗ്യത്തിന് പ്രധാന കാരണം. അപ്പോൾ സ്ത്രീകളുടെ സാക്ഷരത, അതുവഴി ഉണ്ടാകുന്ന ശുചിത്വ ശീലങ്ങൾ. എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കഷ്ണം ബിസ്ക്കറ്റ് താഴെ വീണ് പോയി കഴിഞ്ഞാൽ അമ്മ അപ്പോഴെടുത്ത് മാറ്റും, കഴിക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ സഹായത്തിൽ നിൽക്കുന്ന അധികം വിദ്യാഭ്യാസമില്ലാത്ത ചേച്ചി അത് ചെയ്തിട്ടുണ്ട്. അന്ന് പിണക്കം തോന്നിയിട്ടുണ്ട്. പക്ഷേ അതാണ് മലയാളിയുടെ ശുചിത്വം. ഞാൻ WHO ഉദ്യോഗസ്ഥനായിട്ട് കാലാകാലങ്ങളിൽ മഹാരാഷ്ട്രയിൽ, ബോംബെയിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേരി പ്രദേശങ്ങളിൽ സഹായങ്ങൾ എത്തിക്കാൻ, ചികിത്സാ സഹായങ്ങൾ എത്തിക്കാനായിട്ട് അവിടെ പോകുമ്പോൾ അതിശയം തോന്നിയിട്ടുണ്ട്. എല്ലാം ചെറിയ വീടുകളാണ്. ശവശരീരം പോലും മടക്കി മാത്രമേ പല വീടുകൾക്കിടയിൽ കൂടെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ, തിരിച്ചെത്തിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥലങ്ങളിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അഴുക്ക് ചാലിലേക്കാണ് അവർ ഇറങ്ങുന്നത്. വീടിന് മുന്നിലുള്ള അഴുക്ക് ചാലാണ്. 1-2 വയസ്സുള്ള കുട്ടികൾ അതിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. മലമൊഴുകുന്ന അഴുക്ക് ചാലിൽ നിന്നിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുകയാണ്. അധികം താഴെ വീണിട്ട് തിരിച്ചെടുത്ത് കഴിക്കുകയാണ്. ഇവിടെ ബിസ്ക്കറ്റ് തറയിൽ പോയാൽ 50 കൊല്ലം മുമ്പും അമ്മമാർ ഉപേക്ഷിക്കുന്ന നാടാണ്. അപ്പോൾ സ്ത്രീകളുടെ സാക്ഷരത, സ്ത്രീകളുടെ വിദ്യാഭ്യാസം വലിയ ഉപയോഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ WHO വർക്ക് ചെയ്യുമ്പോൾ, അന്ന് തെക്കേ ഇന്ത്യയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം ലീഡായിരുന്ന അമേരിക്കൻ സാഹിബ് തിരുവനന്തപുരത്തിൻ്റെ വീട് സന്ദർശിച്ചു. അപ്പോൾ ഭക്ഷണം കൊടുത്തു. വീട്ടിലെ ഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഫിഷൊക്കെ വളരെ സന്തോഷത്തോടെ കഴിച്ചു. പക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്ന ശുദ്ധവെള്ളമാണ്. അതിനകത്ത് പറഞ്ഞല്ല, എനിക്ക് ശുദ്ധമായ വെള്ളം വേണം. ഞാൻ ശുദ്ധവെള്ളമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനൊരു നിറമുണ്ടെന്ന് പറഞ്ഞു. സത്യമാണ്. ഇന്ത്യയിലെ പല പ്രദേശങ്ങളും ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ നിറം കാണും. കലങ്ങിയ വെള്ളമോ അഴുക്ക് വെള്ളമോ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഇതങ്ങനെയല്ല, ഇത് കരിങ്ങാലി വെള്ളമാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് ഈ കരിങ്ങാലി വെള്ളം? അപ്പോൾ ഞാൻ പറഞ്ഞു, കരിങ്ങാലി, ജീരകം, ഇങ്ങനെ പല വസ്തുക്കൾ ഞങ്ങളിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് ഉപയോഗിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് അതിനെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഈ ശീലമുണ്ട്. ഇപ്പോൾ കരിങ്ങാലിയുടെ നിറം വെള്ളത്തിന് വരണമെങ്കിൽ വെള്ളം തിളച്ചിരിക്കണം. തിളച്ചാലേ നിറം മാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നവരാണ് പണ്ട്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന നമ്മളൊക്കെ പറഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു. ഇത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട്. ഒരുപക്ഷെ ആയുർവേദത്തിൻ്റെയൊക്കെ സ്വാധീനങ്ങളുണ്ടാകാം. നമുക്ക് പച്ചമരുന്നുകൾ അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ ലഭ്യമായതിൻ്റെ സ്വാധീനം കാണാം. നമ്മൾ പക്ഷേ ആലോചിച്ച് നോക്കുക, ലോകാരോഗ്യ സംഘടന പറഞ്ഞതിന് പതിറ്റാണ്ടുകൾക്കൊക്കെ മുന്നേ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണ്. അതുകൊണ്ട് വയറിളക്ക രോഗങ്ങൾ കുറവാണ്. പക്ഷെ ഇപ്പോൾ സംഗതി മാറിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം 5 ലക്ഷം പേർക്കാണ് കേരളത്തിൽ വയറിളക്ക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ആലോചിക്കുകയും വേണം. ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതി കാരണം, ഭരണകർത്താക്കൾ കാരണം ഒക്കെ നമുക്ക് അനുകൂലമായ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഒരുപാട് ആശുപത്രികൾ സ്ഥാപിച്ചു. അത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത്. അല്ലെങ്കിൽ ആൾക്ക് അസുഖം പടർന്ന് അവർക്ക് കിട്ടാതിരിക്കാനായിരിക്കാം. പക്ഷേ അവർ സ്ഥാപിച്ചു. ഈ സ്ഥാപനങ്ങളിലൂടെ ആധുനിക വൈദ്യശാസ്ത്രം യൂറോപ്പിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തി. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം, അപ്പോൾ ആയുർവേദം, ശുചിത്വം, ഇതിലൊക്കെ അടിസ്ഥാനമാക്കിയ ജീവിതശൈലിയുടെ കൂടെ ആധുനിക വൈദ്യശാസ്ത്രവും ഈ പറഞ്ഞതുപോലത്തെ വാക്സിനേഷൻസും ഇതെല്ലാം നമ്മുടെ ഇവിടെ വന്നു. ഇതിൻ്റെ കൂടെ ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ സംഭാവന.
അപ്പോൾ അതിനകത്ത് ഏറ്റവും ഓർക്കേണ്ട അച്യുതമേനോൻ ഗവൺമെൻറ്റിനെയാണ്. നമുക്കിപ്പോൾ 900-ലധികം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. മന്ത്രിമാർ പറയാറുണ്ട് പ്രാഥമിക ആരോഗ്യത്തിൽ ഊന്നിയ ചികിത്സയാണ് നമുക്ക് ഗുണം ചെയ്തതെന്ന്. ഇതിൻ്റെ പകുതിയോളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് തുടങ്ങിയത് അച്യുതമേനോൻ ഗവൺമെൻറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അച്യുതമേനോൻ ഗവൺമെൻറ്റാണ് തിരുവനന്തപുരത്ത് ശ്രീചിത്ര സെൻറ്റർ കൊണ്ടുവരുന്നത്. ഒരു ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് 70കളിൽ കൊണ്ടുവരാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല. അതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ശ്രീ കെ കരുണാകരനൊക്കെ താല്പര്യമെടുത്തിട്ട് റീജിയണൽ ക്യാൻസർ സെൻറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ വന്നിട്ടുണ്ട്. ഇത്രയും മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള ചർച്ചകൾ നിൽക്കുമ്പോൾ പോലും മെഡിക്കൽ കോളേജുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞത് അടുത്ത കാലത്ത് ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടു, നമുക്കൊരുപാട് ഡോക്ടർമാരുള്ളത് കൊണ്ടാണ് ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് കാരണം കേരളത്തിൽ തുടങ്ങിയ മെഡിക്കൽ കോളേജാണെന്ന് പറയേണ്ടി വരും. ഇത്രയും മെഡിക്കൽ കോളേജ് വേണം വേണ്ടത്, അത് മറ്റു ചർച്ച ഉള്ളപ്പോൾ പോലും. ഇന്ത്യയിൽ ഏതാണ്ട് 1000 ജനസംഖ്യയ്ക്ക് ഒരു ഡോക്ടർ എന്നുള്ള ലോകാരോഗ്യ സംഘടനയുടെ അനുപാതത്തിനടുത്താണ്. പക്ഷെ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളൊരു മറുവശമുണ്ട്. ഇന്ത്യയിൽ 60-70% ആൾക്കാർ ഇപ്പോഴും ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. ഡോക്ടർമാരുടെ 70-80% നഗരങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ശരാശരി കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിൽ 1000 പേർക്കൊരു ഡോക്ടർ ഉണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് സമീപത്ത് ഡോക്ടർ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അവർ കിലോമീറ്ററുകൾ താണ്ടി ചിലപ്പോൾ ജില്ലയൊക്കെ മാറിപ്പോയിട്ടാണ് ഒരു ഡോക്ടറെ കാണാൻ. പക്ഷേ കേരളത്തിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ചെന്ന് കഴിഞ്ഞാൽ വിദഗ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടറെ കിട്ടുന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. 400 പേർക്കൊരു ഡോക്ടർ എന്നൊക്കെയാണ്. അത്ര ഇല്ലെങ്കിൽ എല്ലായിടത്തും കിട്ടുന്നെങ്കിൽ പോലും കേരളത്തെ ആവശ്യം പോലെ ഡോക്ടർമാരുടെ യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ നീതി ആയോഗ് റാങ്കിങ്ങിലൊക്കെ നമ്മൾ ഇത്തിരി പുറകോട്ട് പോയിട്ടുണ്ട്. കേരളം നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മൾ കേരളത്തെ പുറകോട്ട് പിടിച്ചു വലിക്കുക. 1-ാം നമ്പർ ആകാൻ എവിടെ എളുപ്പമാണ്, 1-ാം നമ്പർ നിലനിർത്താൻ പാടാണ്. അല്ലെങ്കിൽ നമ്മുടെ 100 മീറ്റർ ഓട്ടത്തിന് 1-ാം സ്ഥാനം കിട്ടിയ ആൾക്ക് ആയുഷ്കാലം ഒന്നാമതായിരിക്കണ്ടേ? പുറകോട്ട് പോകും. നമ്മൾ ആർജിച്ച പല ശക്തികളും കുറയും. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്നോട് അടുത്ത കാലത്തൊരു ഇംഗ്ലീഷ് മാസിക ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടറെ ഒറ്റ വരിയിൽ കേരളത്തിലെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ചുരുക്കി പറയാമോ? ഞാൻ പറഞ്ഞു 25 കൊല്ലം മുമ്പ് നമ്മളൊരു വീട് വെച്ചു, ബെസ്റ്റ് വീടാണ്. അന്ന് ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് എനിക്ക് കുട്ടികളുണ്ടായി, കുട്ടികൾ വിവാഹം കഴിച്ചു, മരുമക്കളായി, അവരുടെ കുട്ടികളായി, അവർ കുടുംബം 10-12 പേരായി. അപ്പോൾ ഞാൻ പറയുകയാണ് 25 കൊല്ലം മുമ്പ് വെച്ച വീട് അന്നത്തെ ബെസ്റ്റ് വീടാണ്. എനിക്ക് ആ വീടിന് അവാർഡും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം കൂടെ കഴിഞ്ഞോണമെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചത്. കേരളം ബെസ്റ്റായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ബെസ്റ്റെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ജനസംഖ്യയുടെ അസുഖാവസ്ഥയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഏതാണ്ടൊരു ബാലൻസ് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞുകൂടെ, ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഞാൻ മെഡിക്കൽ കോളേജ് കയറുമ്പോൾ 4 മെഡിക്കൽ കോളേജ് ഉള്ളൂ കേരളത്തിൽ. അന്ന് അത്രയും മതിയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ എത്ര 4 ഉള്ളെന്നറിയണം. ശ്രീധര പോലെ ഒറ്റപ്പെട്ട വലിയ ആശുപത്രികളേ ഉള്ളൂ. അസുഖം വന്നു കഴിഞ്ഞാൽ വലിയ അസുഖമാണെങ്കിൽ വെല്ലൂർ പോട്ടെ, ബോംബെ പോട്ടെ, അമേരിക്കയിൽ പോട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ കൊടുക്കാവുന്ന ക്യാൻസറിനുൾപ്പെടെയുള്ള എല്ലാ ചികിത്സയും കേരളത്തിൽ ലഭ്യമാണ്. ക്യാൻസർ രംഗത്ത് നിൽക്കുന്ന അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വിദഗ്ധരായിട്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർ പറയും, ലാല ഇങ്ങോട്ട് വിടണ്ട, ഏതുതരം ക്യാൻസർ പ്രോട്ടോക്കോൾ കേരളത്തിൽ സെയിമാണ്. മരുന്നെല്ലാം അവിടെയുണ്ട്. ഇല്ലെങ്കിൽ 24 മണിക്കൂറിനകത്ത് എത്തിക്കാവുന്ന മരുന്നുകളേ ഉള്ളൂ. അപ്പോൾ പക്ഷേ കേരളത്തിൽ എന്താണ് പ്രശ്നം? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പറയില്ലേ, ഇന്ത്യയിൽ ശരാശരി ആയുസ് 32 എന്നാൽ 30 മേളിൽ. അന്നും അതിനു മുമ്പും 1913 ബ്രിട്ടീഷ് രേഖകളിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുക 113 വർഷം മുമ്പുള്ള ബ്രിട്ടീഷ് രേഖകളിലും പറയുന്നുണ്ട് ഇന്ത്യയിലെ ശരാശരി ആയുസ് ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ പ്രദേശത്താണെന്നാണ്. അപ്പോൾ അങ്ങനത്തെ മുന്നിൽ നിൽക്കുക. പക്ഷേ നമ്മളെന്ത് പറ്റി? നമ്മൾ സാംക്രമിക രോഗങ്ങളെ ഒരുപാട് കുറച്ചു. പണ്ട് വസൂരി വന്നു ചത്തുപോകും മനുഷ്യർ. അതിപ്പോൾ വസൂരിയില്ല, ലോകത്തെങ്ങുമില്ല. ക്ഷയരോഗം വന്ന് ഒരുപാട് പേര് മരിക്കും, ഇപ്പോഴും മരിക്കുന്നുണ്ട്. 1 കോടിയിലധികം പേർക്ക് ലോകത്ത് ക്ഷയരോഗം ഇപ്പോഴും വരുന്നുണ്ട്. അതിൻ്റെ 25% ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. പലയിടത്തും നമ്മൾ ലോക സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യക്കാർ കുനിഞ്ഞിരിക്കേണ്ടി വരും. ലോകത്തെ ക്ഷയരോഗികളുടെ 25% ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ 25 തൊട്ട് മേളിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 26-27 ലക്ഷം പേർക്ക് ഇന്ത്യയിൽ ക്ഷയരോഗം വരുന്നുണ്ട്. ആ നിരക്കിൽ നോക്കുമ്പോൾ കേരളത്തിൽ കുറവാണ്. പക്ഷേ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഒരു വർഷം 20,000-ലധികം പേർക്ക് ക്ഷയരോഗം വരുന്നുണ്ട്. 12,000 പേർ ക്ഷയരോഗം വന്ന് ഒരു വർഷം മരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലുള്ള അത്രയും ക്ഷയരോഗം കേരളത്തിലില്ല.
മധ്യപ്രദേശിലുള്ള അത്രയും ക്ഷയരോഗം കേരളത്തിലില്ല. ശതമാനക്കണക്ക് വെച്ച് നോക്കിയാൽ, എണ്ണം വെച്ച് നോക്കിയാൽ. പക്ഷേ കേരളത്തിൽ 20,000 ക്ഷയരോഗികൾ ഒരു വർഷം ഉണ്ടാകുന്നുണ്ട്. പിന്നെ നിപ്പ, മറ്റ് പനികൾ, വൈറൽ പനികൾ, ഒരുപാട് പുതിയ രോഗങ്ങൾ, ആയിരക്കണക്കിന് പേരെയൊന്നും കൊന്നൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെയും വരുന്നുണ്ട്. ആ സുരക്ഷിതത്വ പ്രശ്നമുണ്ട് നമുക്ക്. 1-2 നിപ്പ വന്നാൽ പോലും അതാർക്കും വരാവുന്നതാണ്, എവിടെയും വരാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭയത്തിൻ്റെ നിഴലിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ HIV രോഗം നമുക്കിപ്പോഴും ഉണ്ട്, മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കുറവാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ചു, എന്നാൽ ഇപ്പോഴും ഉണ്ട്, പുതിയ രോഗങ്ങളുടെ സാധ്യതയുണ്ട്. പിന്നെ മലമ്പനിയൊക്കെ ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഒരു കേസ് പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നതുകൊണ്ട് അവരുടെ ജന്മസ്ഥലത്തൊക്കെ ഒരുപാട്, അല്ല അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് മലമ്പനിയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മലമ്പനി ഇവിടെ വരാറുണ്ട്, പക്ഷേ വ്യാപകമായിട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാംക്രമിക രോഗങ്ങൾ നമ്മൾ നന്നായി നിയന്ത്രിച്ചു, പക്ഷേ ഇപ്പോഴും അവയുടെ ബുദ്ധിമുട്ടുണ്ട്. സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഒരു നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ ജീവിച്ചിരിക്കും. ഇപ്പോഴും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അസുഖം വന്ന് മനുഷ്യൻ മരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ ശരാശരി ആയുസ് കുറയുകയാണ്. നമ്മൾ സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിച്ചതുകൊണ്ട് കേരളത്തിൽ ആയുർദൈർഘ്യം കൂടി. അതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ അതിന് നന്ദി നദികളോട് തൊട്ട് പറഞ്ഞു തുടങ്ങണം, പഴയ രാജകുടുംബത്തോട് പറയണം, ബ്രിട്ടീഷുകാരോട് പറയണം, ജനാധിപത്യ ഗവൺമെൻറ്റിനോട് പറയണം, വിദ്യാഭ്യാസം ചെയ്ത കേരളത്തിലെ സ്ത്രീകളോട് പറയണം. ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ബാലൻസ് മനസ്സിലാവും. അപ്പോൾ സാംക്രമിക രോഗങ്ങൾ കുറഞ്ഞപ്പോൾ മനുഷ്യ ജീവിച്ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ കേരളത്തിലെ സ്ത്രീയുടെ ശരാശരി ആയുസ് 80 വയസ്സാണ്. ശരാശരിയാണ് എന്ന് പറഞ്ഞാൽ 80-ന് മുകളിലുള്ള ഒരുപാട് സ്ത്രീകൾ കേരളത്തിലുണ്ട്. പുരുഷൻ്റെ ശരാശരി ആയുസ് 73 അതിനടുത്താണ്. എന്ന് പറഞ്ഞാൽ 70-ന് മേളിലുള്ള ഒരുപാട് പുരുഷന്മാരിവിടെ ജീവിച്ചിരിക്കുകയാണ്. ഇവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തലയെണ്ണൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അവിടെയാണ് എനിക്ക് ആരോഗ്യമന്ത്രിയായിട്ടൊക്കെ തർക്കമുള്ളത്. ആരോഗ്യമന്ത്രി പറയുന്നത് അമേരിക്കയിലെ പുരുഷായുസ് സ്ത്രീകൾക്ക് കേരളത്തിലുണ്ടെന്നാണ്. അമേരിക്കയിലെ സ്ത്രീകൾ 80 വയസ്സ് വരെ ശരാശരി ജീവിച്ചിരിക്കുന്നു, കേരളത്തിലെ സ്ത്രീകൾ 80 വയസ്സ് വരെ ശരാശരി ജീവിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കറിയാവുന്ന 80-കാരെ ആലോചിച്ചു നോക്കും, അമ്മമാർ, അമ്മൂമ്മമാർ, എന്താണ് അവരുടെ അവസ്ഥ? അമേരിക്കയിൽ എൻ്റെ ബോസ്മാർ 80-കാർ കാർ ഓടിച്ചാണ് വരുന്നത്. അവർ ജിമ്മിൽ പോകുന്നവരാണ്. നമ്മുടെ 80-കാർ പലരും കിടപ്പാണ്, അല്ലെങ്കിൽ പിന്തുണയില്ലാത്തവരാണ്. ഭർത്താവ് മരിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീ 80 വയസ്സ് വരെ ശരാശരിയും പുരുഷൻ 73 വയസ്സ് വരെ മാത്രവും ജീവിക്കുമ്പോൾ തന്നെ സമപ്രായക്കാർ കല്യാണം കഴിച്ചാൽ പോലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അവസാനത്തെ വർഷം 7 വർഷം അവർ ജീവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്ത്രീ ഒറ്റയ്ക്കായി പോകും. മക്കൾ വേറെ നാടുകളിലൊക്കെ ആയിരിക്കാം, അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കാണും. ചെറുമക്കളൊക്കെ ചിലപ്പോൾ വിദേശ നാടുകളിലായിരിക്കാം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന പലരും ഉണ്ടാവും. അപ്പോൾ കേരളത്തിൽ വാർദ്ധക്യം കൂടി വരുന്നതുകൊണ്ട്, വൃദ്ധജനങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാന പ്രശ്നം സ്ത്രീകൾ വയസ്സുകാലത്ത് ഒറ്റയ്ക്കായി പോകുന്നുള്ളതാണ്. അവർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കാര്യമായിട്ടൊന്നുമില്ല. 1000 രൂപ പെൻഷൻ കൊടുത്തിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒരു പകൽ വീട് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? കേരളത്തിലെ പകുതി ജനങ്ങൾ, 3.5 കോടിയിൽ പകുതി സ്ത്രീകളാണ്. അവരുടെ വാർദ്ധക്യത്തെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മുടെ അമ്മമാരെ പറ്റി, അമ്മൂമ്മമാരെ പറ്റിയാണ് ഈ പറയുന്നത്. അതിനൊരു സംവിധാനം ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കേരളത്തിനൊരു അടുത്ത 25 വർഷത്തേക്കും ഒരു കാഴ്ചപ്പാട് വേണം. അടുത്ത കാലത്ത് ഒരാഴ്ച മുമ്പ് ഇവിടുത്തെ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് ആരോഗ്യവകുപ്പ് മീറ്റിംഗ് നടത്തിയത്. അവരുടെ വിഷൻ 2031 എന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി കാലഘട്ടം. ഏതെങ്കിലും രോഗം തീരുമാനിക്കുമോ? അസംബ്ലി കാലഘട്ടം മന്ത്രിസഭ അനുസരിച്ച് രോഗം വരണമെന്നോ വരണ്ടെന്നോ? അങ്ങനല്ല. 25 വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് 25 കൊല്ലം മുമ്പ് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ പഠിച്ച ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ ഒന്നായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കട്ടിൽ 2 പേര് കിടക്കുകയാണ്. പരസ്പരം രോഗം കൈമാറിയെന്ന് വരും. കട്ടിലിൽ സ്ഥലമില്ലാത്തവർ താഴെ കിടക്കുകയാണ്, വഴിയിൽ കിടക്കുകയാണ്. രോഗിയുടെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ മാറ്റിയിട്ട കയ്യിൽ വഴിയെ പോയ ആൾ ചവിട്ടിയിട്ട് പോവുകയാണ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്നത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആശുപത്രി സൗകര്യങ്ങൾ വികസിപ്പിക്കാത്തതുകൊണ്ടാണ്. ആരോഗ്യവകുപ്പ് അറിയപ്പെട്ടിരുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരുടെ പേരിലായിരുന്നു. നമുക്കെല്ലാവർക്കും, ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ പലർക്കും DGP ആരെന്നറിയാമായിരിക്കും. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരെന്നറിയാമോ? ഒരിക്കലെങ്കിലും മുഖം കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞാൽ. അതിനേക്കാൾ മാനവ വിഭവശേഷി ഉപയോഗിക്കുന്ന വകുപ്പാണ്. 50,000-ൽ പരം സ്റ്റാഫ്, ഡോക്ടർമാർ, നഴ്സുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഇങ്ങനെ ഒരുപാട് എല്ലാം കഴിഞ്ഞിട്ട് ആശാ വർക്കർമാരുടെ എക്സ്ട്രാ സഹായമുണ്ട്. അതിൽ 26,000 പേര് അവരുണ്ട്. അംഗൻവാടി വർക്കർമാർ ആരോഗ്യരംഗത്ത് സഹായം ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് ജീവനക്കാർ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്.
ഈ ആരോഗ്യവകുപ്പിനെ ഈ മന്ത്രിമാർ അവരുടെ വൺമാൻ ഷോയ്ക്കായിട്ട് ഇത് ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു. ഇത് വ്യക്തികളെ ഉദ്ദേശിച്ച് പറയുന്നതല്ല. പക്ഷേ ഇതിനു മുമ്പത്തെ മന്ത്രിസഭ, ആദ്യത്തെ മന്ത്രിസഭ, അതിനകത്ത് ആരോഗ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാനിരുന്ന മന്ത്രിയാണ്. അവരുടെ ഭാഗ്യത്തിനും മറ്റുള്ള ദോഷത്തിനുമാണ് നിപ്പ വന്നത്. നിപ്പ എന്ന് പറയുന്ന രോഗം വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. നമുക്ക് ഭയക്കേണ്ട രോഗമാണ്. പക്ഷേ അത് കോവിഡിനെ പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പേരെ ഒന്നും കൊല്ലുന്നതല്ല. കുറച്ച് 100 അടുപ്പിച്ചൊക്കെ രോഗം ആൾക്ക് വരും. വരുന്നതിലൊരു 60%-70% മരിച്ചു. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ 90% മരിച്ചത്. അപ്പോൾ കേരളത്തിൽ നിപ്പ വന്നത് കേരളത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, മന്ത്രിയുടെ കുഴപ്പമല്ല. മന്ത്രി വിചാരിച്ചാൽ കൊണ്ടുവരാനും പറ്റില്ല, ഈ മന്ത്രി വിചാരിച്ചാൽ ഓടിക്കാനും പറ്റില്ല ഈ രോഗത്തെ. പക്ഷേ ഇവിടെ സിനിമ വരെ ഇറങ്ങി, മന്ത്രി തോക്കെടുത്ത് ഇറങ്ങിക്കൊണ്ടാണ് ഇവിടുത്തെ നിപ്പ വൈറസ് ഓടിയത്. അത്തരം അശാസ്ത്രീയമായ കഥകൾ, PR വർക്ക്, സയൻസ് ഒരു ജനതയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. പുതിയ തലമുറ എന്ത് വിചാരിച്ചു, മന്ത്രി നല്ലതാണെങ്കിൽ നിപ്പ വരില്ല. വീണ്ടും വന്ന് നിപ്പയേക്കാൾ കൂടുതൽ രോഗങ്ങൾ, ഒരുപാട് പേരെ കൊന്ന കോവിഡ് വന്നു. കോവിഡിന് നമ്മൾ തയ്യാറെടുത്തിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ പൊതുജനാരോഗ്യ സംഘടനകൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടുത്തെ ആരോഗ്യമന്ത്രി പറയുകയാണ് കോവിഡൊക്കെ വന്നപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് വന്നിട്ടില്ല, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയ്ക്കും ചൈനയിലേക്ക് ആളെ അയച്ചു കൊടുക്കുക അസുഖം മാറാനായിട്ട്. നമ്മൾ തയ്യാറെടുപ്പ് നടത്താറുണ്ട്. അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് രോഗം വരാൻ തുടങ്ങി. ഉടനെ വന്ന ഇറ്റലിയിൽ നിന്ന് വന്നവൻ്റെ റൂട്ട് മാപ്പ്, അവനായി രോഗം കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മന്ത്രിമാർ പോകുന്നില്ല വിദേശങ്ങളിൽ. ഏതെല്ലാം അസുഖം കൊണ്ട് നമുക്കെങ്ങനെ അറിയാം, കൊണ്ടു കൊടുത്തുനിന്ന് എങ്ങനെ അറിയാം? അത് സംഭവിക്കും. ലോകം മുഴുവൻ യാത്രയാണ്. അമേരിക്കയിൽ നേരത്തെ ഞാൻ ക്ഷയരോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഒരു വർഷം 27 ലക്ഷം പേർക്ക് ക്ഷയരോഗം ഉണ്ടാകുമ്പോൾ അമേരിക്കയിൽ 8,000 പേർക്ക് ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഇത് കൊണ്ടു കൊടുക്കുന്നത് ഇന്ത്യക്കാരനും ആഫ്രിക്കക്കാരനും മറ്റേ ബംഗ്ലാദേശുകാരനുമാണ്. കാരണം ഇവിടെ ക്ഷയരോഗം ഉള്ളത്. അപ്പോൾ നമ്മൾ ജോലി തേടി പോകുമ്പോൾ നമ്മൾ അവന് ക്ഷയരോഗം കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ലോകത്ത് നടപ്പുള്ളതാണ്. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് വന്നവന് അവൻ വലിയൊരു പാതകം ചെയ്ത പോലെയാണ് അവനിവിടെ എത്രയിട്ട് ഓടിച്ചത്. അത് തെറ്റായിപ്പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറെടുത്തില്ല. മറ്റുള്ളവർക്ക് വരുന്ന രോഗമാണ് ഈ കോവിഡ് നമ്മൾ വിശ്വസിച്ചു. HIV കാര്യത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. HIV വന്നപ്പോൾ നമുക്കില്ല, ഇത് ബോംബെക്കാരൻ്റെ അസുഖം, അമേരിക്കാൻ്റെ അസുഖമെന്ന് പറഞ്ഞു. നമുക്കിവിടെ അസുഖം വരാൻ തുടങ്ങി. അപ്പോൾ ആരോഗ്യരംഗത്ത് നമുക്ക് കൃത്യമായൊരു ബോധം വേണം. നമ്മൾ കേരളത്തിലെ പ്രശ്നമുണ്ട്, കേരളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. നമ്മൾ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശുമായിട്ട് ബീഹാറുമായിട്ടും താരതമ്യം ചെയ്യുമ്പോഴാണ്. അമേരിക്കയുടെ താരതമ്യം ഞാൻ പറഞ്ഞു. അമേരിക്ക 80കാരൻ കാർ ഓടിച്ച് നടക്കുമ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മുടെ 80കാർ കിടപ്പാണ്. ഈ താരതമ്യം ആവശ്യം വരുമ്പോഴത്തേക്ക് അമേരിക്ക തുല്യമെന്നും കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ബീഹാറിന് മുന്നിലാണെന്നും പറയുന്ന രീതി മാറും. ഒരു സംസ്ഥാനവും എല്ലാത്തിനും മേളിലെന്ന് അങ്ങനെ ഒരു കാര്യത്തിലും പറയാൻ പറ്റില്ല. ശിശുമരണ നിരക്ക് മാതൃമരണ നമുക്ക് കുറഞ്ഞ അതേ നിരക്കിൽ ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്, അതേ റേറ്റിൽ, നിരക്കിൽ. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാ. ഉത്തർപ്രദേശുകാർ മോശമായിട്ട് വിചാരിക്കുക, അവന് ഉള്ള സാഹചര്യത്തിലാണ് അവർ ആരോഗ്യം സംഘടിപ്പിക്കുന്നത്. ഞാൻ WHO പ്രവർത്തിക്കുമ്പോൾ ഡൽഹിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു, അയാളുടെ അമ്മ 10 വർഷം മുമ്പാണ്, രാജസ്ഥാൻകാരൻ. അക്കാലത്തും ആ സമയങ്ങളിൽ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറയും, എൻ്റെ അമ്മ 20 കിലോമീറ്റർ ഒരു വഴിക്ക് നടന്നിട്ടാണ് കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നത്. ഒരു ടാപ്പ് ആരോ അടയ്ക്കാൻ മറന്നു, അയാൾ പോയി അടച്ചിട്ട് പറയുകയാണ്, എനിക്ക് കാണുമ്പോൾ സങ്കടം വരും, എൻ്റെ അമ്മ ഒരു വഴിക്ക് 20 കിലോമീറ്റർ നടന്നാണ് കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നത്. അത് രാജസ്ഥാൻകാരനോട് നിനക്ക് വെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ കുഴപ്പമാണോ? കേരളത്തിൽ മഴ പെയ്യുമ്പോഴത്തേക്ക് നിനക്കെന്തിനാ മഴയില്ലാതെന്ന് രാജസ്ഥാൻകാരോട് ചോദിക്കാൻ പറ്റും? രാജസ്ഥാൻ അങ്ങനെയാണ്. അപ്പോൾ അവന് വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്ത സാഹചര്യത്തിലുള്ളവർ നമുക്കൊപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തുക തന്നെ വേണം. നമ്മൾ കേരളമാണ് ഏറ്റവും മെച്ചം, കേരളം നമ്പർ 1 ആണെന്ന് പറയുന്ന കൂട്ടത്തിൽ മറ്റുള്ളവർ മോശമാണെന്ന് പറയാറുണ്ട്. ഡൽഹിയിൽ WHO ജോലി ചെയ്യുമ്പോൾ പല സംസ്ഥാനക്കാരും പറയാറുണ്ട്, നിങ്ങൾ അഭിമാനിച്ചു, പക്ഷേ നമ്മളെല്ലാം മോശമെന്ന് പറയരുത്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. നമ്മൾ മൊത്തത്തിൽ ഇന്ത്യയുടെ ഭാഗമാണ്. നമുക്ക് അനുകൂലമായൊരു സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. മോശമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ഞാൻ തിരിച്ച് നമ്പർ 1ലേക്ക് വരാം. ആയുർദൈർഘ്യം കേരളം നമ്പർ 1 ആണ്. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കേരളത്തിൽ കുറവാണ്. നല്ല അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ മന്ത്രിമാർക്ക് വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ 70% പ്രസവം നടക്കുന്ന സ്വകാര്യ ആശുപത്രിയിലാണ്. ഇപ്പോൾ അവാർഡ് വാങ്ങിക്കുമ്പോൾ പ്രൈവറ്റ് കാര്യങ്ങൾ വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. ആലോചിച്ച് നോക്കണം. എവിടെയാണ് സ്വകാര്യ ആശുപത്രികൾ വളരുന്നത്? സർക്കാർ പരാജയപ്പെടുന്നിടത്ത്. എന്നാൽ സ്വകാര്യ ആശുപത്രി അടച്ചു പൂട്ടണോ? പറ്റില്ല. ഗവൺമെൻറ്റിന് എല്ലാ പണവും എടുത്ത് ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വകാര്യ സംരംഭകർ വേണം. അവിടെ പൈസ ഉള്ളവർ വയ്ക്കോട്ടെ. ഗവൺമെൻറ്റിന് എല്ലാ കാര്യവും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് സ്റ്റുവർഷിപ്പാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ് എല്ലാവരും നടത്തിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് വരേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പ്രൈവറ്റിനോട് മത്സരിക്കുക തെറ്റാണ്. പക്ഷേ ഗവൺമെൻറ് ആശുപത്രികൾ, പൊതുമേഖല ആശുപത്രികൾ
സൗജന്യ നിരക്കല്ലെങ്കിൽ പൂർണ്ണമായി സൗജന്യമായി ചികിത്സ കൊടുത്താലേ പാവപ്പെട്ടവന് ചികിത്സ കിട്ടുള്ളൂ. പാവപ്പെട്ടവരെവിടെ പോവും? ഇന്നലെ രാത്രിയും ഒരു രോഗിയുടെ അമ്മയുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. രോഗി എന്ന് പറഞ്ഞാൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട 25 വയസ്സുകാരനാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മറ്റവർ പുറത്ത് നിൽക്കുകയാണ്. ഒരു ഡോക്ടറെ കിട്ടുന്നില്ല. ഡോക്ടർമാർ നല്ലതാണ്, നഴ്സുമാർ നല്ല, പക്ഷേ അവർക്ക് താങ്ങാവുന്നതിൻ്റെ എത്ര ഇരട്ടി രോഗികൾ അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കും. ഇയാളെ ശ്രദ്ധിക്കുന്നില്ല. മുഖവും ദേഹവും മുഴുവൻ പെരുക്കാണ്. അവർ വേറൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒക്ടോബർ നടന്ന സംഭവമാണ്. ഇതിനകം അവർ 31 ലക്ഷം രൂപ ആ സ്ത്രീ ചിലവാക്കി കഴിഞ്ഞു. അമ്മ, അച്ഛനൊരു താൽക്കാലിക പണിക്കാരനാണ്. ഇവർക്ക് ദിവസവേതനം ഉണ്ട് 530 രൂപ ആയിട്ടാണ് ഒരു ദിവസം. ഇപ്പോൾ ഒരു 5-6 മാസം 3-4 മാസമായിട്ട് ജോലിക്ക് പോകുന്നില്ല. ഇവർ 30 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞു. ഞാൻ കാണുന്നത് ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിനെ പരിചയപ്പെടുത്തുമ്പോഴാണ്. ഞാൻ ഇന്നലെ അവരെ കണ്ടിരുന്നു. 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ അതിന് 10 ലക്ഷം കരുതിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഇടപെട്ടപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ICU വീട്ടിലേക്ക് കിടത്താൻ പറ്റും. അത്രയും ഗുരുതരമായ അവസ്ഥാവിശേഷങ്ങളുടെ ആ കുട്ടി കടന്നു പോവുകയാണ്. അപ്പോൾ 40-45 ലക്ഷം രൂപ അവരെന്നോട് പറഞ്ഞത്, ഡോക്ടറെ ഞാൻ എല്ലാ മനുഷ്യരുടെ മുന്നിൽ തെണ്ടുകയാണെന്നാണ്. ഒരു വിദ്യാഭ്യാസമുള്ള വലിയ പ്രായമായിട്ട് ചെറുപ്പക്കാരി അവരുടെ മകന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ വാക്കാണ്. എനിക്ക് വേദന തോന്നി. അപ്പോൾ നമുക്ക് ഇടപെടാവുന്ന ഇടപെടലെല്ലാം നടത്തി. പക്ഷേ എത്ര പേർക്ക് വേണ്ടി ഇടപെടും? എല്ലാ ഡോക്ടർമാരുടെയും എല്ലാ പൊതുപ്രവർത്തകരുടെയും മുന്നിൽ ഇതുപോലെ കൈനീട്ടുന്ന കേരളത്തിലെ മനുഷ്യരുണ്ട്. തിരുവനന്തപുരം പോലത്തെ സർക്കാർ മേഖലയിൽ ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയി വെന്റിലേറ്റർ കിട്ടാതെ മരിച്ചുപോയ ഒരു ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളിയുടെ അമ്മ എനിക്ക് നേരിട്ടറിയാം. ഞാൻ ഇടപെട്ടിട്ട് ഒരു വെന്റിലേറ്റർ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല. വെന്റിലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ആരും തരാത്തതല്ല. കേരളത്തിൽ വെന്റിലേറ്റർ ആവശ്യമുള്ള അത്രയും രോഗികൾക്ക് വേണ്ടിയിട്ട് വെന്റിലേറ്റർ ഇല്ല. അതുകൊണ്ടാണല്ലോ മുരുകൻ എന്ന രോഗി ഇവിടെ അത്രയും കൊണ്ട് കറങ്ങി നടന്നിട്ട് ആംബുലൻസിൽ മരിച്ചു പോകുന്നത്. ഈ 55 വയസ്സുള്ള അമ്മയാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ അമ്മ. അവർ പ്രൈവറ്റ് ആശുപത്രി ചോദിച്ചപ്പോൾ ഒരു ദിവസം വെന്റിലേറ്റർ 40,000-50,000 രൂപയാണ്. അവർ വീട്ടിൽ കൊണ്ടുപോയി മരിക്കാൻ വെച്ചു. 55,000 മരിക്കുകയാണ്. വർക്കലയുള്ള ഒരാളുടെ ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ വർക്കല ആശുപത്രിയിൽ അവർക്ക് ചികിത്സിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ ICU യൂണിറ്റിൽ വെന്റിലേറ്റർ ചോദിച്ചു. ഇവിടുത്തെ പരിചയക്കാർ വഴിയൊക്കെ വെന്റിലേറ്റർ ശരിയാക്കി വന്നപ്പോൾ താമസിച്ചു പോയി. അകത്ത് കിടക്കുന്ന ഒരാളുടെ വെന്റിലേറ്റർ ഊരാൻ പറ്റില്ല. അയാൾ മരിച്ചു. ഒഴിയുന്നൊരു സമയമായപ്പോഴത്തേക്ക് മറ്റേ ആൾ വർക്കലയിൽ 55,000 മരിച്ചുപോയി. ദിവസവും സംഭവിക്കുന്നതാണ്. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, രക്തബന്ധമുള്ള മനുഷ്യർ പോലും എല്ലാവർക്കും പണം ഉണ്ടാകില്ലല്ലോ. സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റാതെ 86-കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് സ്ട്രോക്കായിട്ട് വന്ന് തറയിലാണ് കിടക്കുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കട്ടിൽ കിടത്തണമെങ്കിൽ വേറൊരു താഴെ ഇറക്കണം. ഞാൻ എൻ്റെ ചിലവിൽ സ്വകാര്യ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത് ദിവസവും നടക്കുന്ന യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കുറച്ചിപ്പുറത്ത് മാറി ഞാൻ ഒരു ദിവസം രാത്രി വണ്ടി ഓടിച്ച് വരുമ്പോൾ ഒരാൾ ബൈക്കിൽ നിന്ന് വീണ് കിടക്കാൻ ആൾക്കൂട്ടമാണ്. എന്നോട് അവർ പറഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറാണ്, ഞാൻ നോക്കിയ ജീവനുണ്ട്. ഞാൻ 1/2 മണിക്കൂർ അവിടെ നിന്നിട്ടാണ് എനിക്കൊരു ആംബുലൻസ് കിട്ടിയത്. ഒരു ആംബുലൻസ് തടഞ്ഞു നിർത്തി ഞങ്ങൾ കയറ്റുകയായിരുന്നു. ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് എത്തിച്ചിട്ട് ഇയാൾ സ്ട്രെച്ചറിൽ കിടത്തിട്ട് ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. ഒറ്റയ്ക്ക് ഓർമ്മയിലാണ് കിടക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് അനങ്ങുകയും ചെയ്യുന്നുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡോക്ടറെ ഇയാളെ തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റിയത്. അയാൾ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത്, ഒരു ഡോക്ടറായ ഒരാൾ, ഞാൻ സംവിധാനങ്ങൾ അറിയുന്ന തിരുവനന്തപുരം പഠിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് ശ്രദ്ധ കിട്ടാനായിട്ട് ഒരു 1/2 മണിക്കൂർ എടുത്തു. ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഡോക്ടർമാരെ കുറ്റമല്ല, നഴ്സുമാരെ കുറ്റമല്ല, അസുഖങ്ങളുടെയും കുറ്റമല്ല. ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അവരറിയാതെ പറഞ്ഞു പോയതാണ്. പിന്നെ അതിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. സിസ്റ്റം തകരാറുണ്ട്. സിസ്റ്റം തകരാറെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ എൻജിൻ തകരാറാണ്, ഓടുന്നില്ല. നമ്മൾ എത്ര റൗണ്ട് പെയിൻ്റ് അടിച്ചാൽ കാർ ശരിയാവും? സീറ്റ് നന്നാക്കിയാൽ കാർ ശരിയാവും? ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പെയിൻ്റ് അടി മാത്രമാണ്. ആരോഗ്യരംഗത്ത് പെയിൻ്റ് അടിയാണ് നടക്കുന്നത്. പെയിൻ്റ് അടി തന്നെ ആവശ്യമില്ലാത്ത പെയിൻ്റ് അടിയാണ്. ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 7 നില കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ 2 ഉള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന് മെഡിക്കൽ കോളേജിന് വേണ്ടി തുടങ്ങിയ ജനറൽ ആശുപത്രി തുടങ്ങിയ 7 നില കെട്ടിടം അവിടെ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ച് അത് രാഷ്ട്രീയ തീരുമാനം, സർക്കാരിൻ്റെ അതിനകത്ത് അവരുടെ തീരുമാനമാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ തറയിൽ കിടക്കുമ്പോൾ 3 കിലോമീറ്റർ അപ്പുറത്ത് ജനറൽ ആശുപത്രിയിൽ 7 നില കെട്ടിടത്തിൽ അവിടെ ചുമ്മാ അടച്ചിട്ടേക്കാണ്, അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ് നടത്തുകയാണ്. മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ്. ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് ആരോഗ്യരംഗത്ത്. ആരോഗ്യവകുപ്പ് എന്നൊരു വകുപ്പുണ്ട്. അവിടെയാണ് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തൊട്ട് ജില്ലാ ആശുപത്രി വരെ. ഇവിടെ ഒരിടത്തും ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞാൽ അടിയന്തര ചികിത്സയില്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിലെ ജില്ലാ ആശുപത്രികളിൽ പോലും ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞാൽ അടിയന്തര ചികിത്സയില്ല. നമുക്ക് പറയാൻ പറ്റും, വണ്ടി ഇടിക്കുമ്പോൾ 1 മണിക്കും പിടിക്കണമെന്ന് പറയാൻ പറ്റുമോ?
വീണ് കാലൊടിയുന്ന 1 മണിക്ക് മുമ്പ് ഒടിയണമെന്ന് തീരുമാനിക്കും. ഇതൊക്കെ അപകടങ്ങളാണ്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴത്തെ 1 മണി കഴിഞ്ഞു പോയി, കുറച്ച് നേരത്തെ വന്നുകൂടായിരുന്നു ഹാർട്ടിനോട് ചോദിക്കാൻ പറ്റുമോ? ഹാർട്ട് അറ്റാക്ക് വന്നാൽ ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ 1 മണി 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ചികിത്സയില്ല. അപ്പൻഡിസൈറ്റിസ് പോലത്തെ രോഗം പെട്ടെന്ന് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. ജില്ലാ ആശുപത്രി ചികിത്സയില്ല 1 മണിക്ക് ശേഷം. അപ്പോൾ മനുഷ്യരങ്ങോട്ട് പോകും, നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകും. മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ അവിടെ ജാഥയ്ക്കുള്ള ആളാണ്. ഒരു അടിയന്തര ചികിത്സയ്ക്കായിട്ട് ജില്ലാ ആശുപത്രി ചെല്ലുമ്പോൾ ചികിത്സയില്ല. അവരെ കൊണ്ടുപോകാൻ പറ്റുന്നതിന് മെഡിക്കൽ കോളേജിലാണ്. അവിടെ ചെല്ലുമ്പോൾ പൊതുയോഗത്തിലുള്ള ആളാണ്. മനുഷ്യരെവിടെ പോകും? ജീവൻ രക്ഷിക്കാണ്ട് പ്രൈവറ്റ് ആശുപത്രി പോകും. പ്രൈവറ്റ് ആശുപത്രി ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറയാൻ പറ്റും. പല ചികിത്സകളിലും നിരക്ക് കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പല ആശുപത്രികളും പൂട്ടിപ്പോകുന്നത് പോലും. പക്ഷെ സൗജന്യമാക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും? ലക്ഷക്കണക്കിന് രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കേണ്ടി വരും. പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ നമ്മൾ ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രനാമത്തിലൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ചികിത്സ നടത്തുന്നുള്ളതാണ്. കേരളത്തിലെ രീതികളനുസരിച്ച് എല്ലാ ചികിത്സയും പാവപ്പെട്ടവരെങ്കിലും പൂർണ്ണമായി സൗജന്യമായിട്ട് കിട്ടേണ്ടതാണ്. അതില്ലെന്ന് യൂറോളജി ഡോക്ടർമാർ തന്നെ പുറത്ത് വന്ന് പറഞ്ഞു. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റിയിട്ട് അകത്തിടാനുള്ള ആണിയും കമ്പിയെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും, പഞ്ഞി ഉൾപ്പെടെ. പാവപ്പെട്ടവരെങ്കിലും സൗജന്യമായിട്ട് കിട്ടണ്ടേ? ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നമ്മുടെ ചികിത്സയ്ക്ക് നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കണ്ടെത്തുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇന്ത്യയിൽ 40% താഴെയാണ്, കേരളത്തിൽ 60%. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചികിത്സയ്ക്കായിട്ട് 100 രൂപ ചിലവാക്കുന്നെങ്കിൽ 60 രൂപ നിങ്ങളുടെയാണ്. 1 ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ 60,000 നിങ്ങളുടെയാണ്. 10 ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ 6 ലക്ഷം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ടാണ് ദരിദ്രർ പരമദരിദ്രരാകുന്നത്. ദരിദ്രർക്ക് കൂടുതൽ അസുഖങ്ങൾ വരും, പല കാരണങ്ങളുമുണ്ട്. അവർ ചികിത്സ കഴിയുമ്പോൾ അവർ പരമദരിദ്രരാകും. കെട്ടുതാലി വരെ പണയം വെച്ചാണ് കേരളത്തിൽ മനുഷ്യർ ചികിത്സ നടത്തുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. 40% ഇന്ത്യയിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ളപ്പോൾ കേരളത്തിൽ 60%. ഇപ്പോൾ അടുത്ത കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും UDFൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ. ഇതൊരു ചരിത്ര സംഭവമാണത്. സാധാരണ ഗവൺമെൻറ്റുകളാണ് ഹെൽത്ത് കമ്മീഷനൊക്കെ വയ്ക്കേണ്ടത്. പ്രതിപക്ഷ മുന്നണി ഹെൽത്ത് കമ്മീഷൻ വെച്ചിട്ട് ആരോഗ്യരംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇന്ത്യയിൽ. UDF ചെയ്തു. അതിൻ്റെ ചെയർമാനാണ് ഞാൻ UDFൻ്റെ ആരോഗ്യ കമ്മീഷൻ്റെ. അപ്പോൾ ആ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കണം. ആരോഗ്യമന്ത്രി വായിക്കാതൊരു അഭിപ്രായം പറഞ്ഞ് അവർ അബദ്ധത്തിൽ ചാടിയായിരുന്നു. എല്ലാവർക്കും ലഭ്യമാണ്. www.udfhc UDF ഹെൽത്ത് കമ്മീഷൻ്റെ udfhc.com പോയി നോക്കിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വായിക്കാൻ പറ്റും. ആ റിപ്പോർട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാണെന്ന് പറയുന്നില്ല. ആശാ വർക്കർ തൊട്ട് മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ വരെയുള്ളവർ സംഭാവന ചെയ്തൊരു റിപ്പോർട്ടുണ്ട്. കേരളത്തിലെ മുതൽക്കൂട്ടാണ്. ചെയ്തത് ഞങ്ങളാണെങ്കിലും അത് ആരോഗ്യരംഗത്ത് പണ്ടേ ചെയ്യേണ്ടിരുന്നൊരു കാര്യമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ നമ്പർ 1 ആണ്, ഇതെല്ലാം ഞങ്ങളുടെ ഗുണം കൊണ്ടാണെന്ന് പറയുന്നൊരു സർക്കാരുള്ളപ്പോൾ ഈ സർക്കാരിൻ്റെ ആരോഗ്യ നയമില്ല. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കേരളത്തിന് ഹെൽത്ത് പോളിസി ഇല്ല. തപ്പുമ്പോൾ കിട്ടുന്നത് 2013 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഉള്ള ഹെൽത്ത് പോളിസിയാണ്. അതിനുശേഷം ഈ ഗവൺമെൻറ്, ഇടത് ഗവൺമെൻറ്റൊക്കെ പലരെയും കൊണ്ട് ഹെൽത്ത് പോളിസി ഉണ്ടാക്കാൻ നോക്കിച്ചെങ്കിലും എൻ്റെ കൂടെ അധ്യാപകനായിരുന്നൊരു മഹാനൊക്കെ ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ കാരണം അദ്ദേഹം ഇട്ടിട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്പർ 1 അഭിമാനിക്കുകയും അതിനെപ്പറ്റി വീമ്പിളക്കുകയും ചെയ്യുന്ന ഒരു നമ്മൾ ജനത അങ്ങനെ നമ്മൾ പറയും നമ്മൾ നമ്പർ 1 ആണ്. പക്ഷെ നമുക്ക് സർക്കാരിനോട് ചോദിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ആരോഗ്യ നയം? 1ാം സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചാണെങ്കിൽ എന്ത് നയമാണ് അടിസ്ഥാനം? ഇതൊന്നുമല്ല. കേരളം പാസ്സാക്കിയ ഒരു ആക്ട് ഉണ്ട്, പൊതുജനാരോഗ്യ ആക്ട്. ആ ആക്ട് വന്ന നല്ല കാര്യമാണ്. പക്ഷേ ആക്ട് തന്നെ ഒരുപാട് പഴഞ്ചൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ആക്ട് ഉണ്ട്. അതിൻ്റെ നിയമങ്ങൾ എവിടെയാണ്? ഇതിന് കമ്മിറ്റികളുണ്ട്. ജില്ലാതലം തൊട്ട് പഞ്ചായത്ത് വരെ ഈ പൊതുജനാരോഗ്യ ആക്ട് അനുസരിച്ച് കമ്മിറ്റികളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. 3 വർഷമാകാൻ പോകും. അപ്പോൾ ആരോഗ്യ നയമേ ഇല്ല. പൊതുജനാരോഗ്യ ആക്ട് വന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു നടപടി ഇതുവരെ അതിനടിസ്ഥാനപ്പെടുത്തി ഇവിടെ നടത്തിയിട്ടില്ല. ഫലത്തിൽ ആരോഗ്യവകുപ്പ് ഉറങ്ങുകയാണ്. കേരളം തുടങ്ങിയെടുത്ത് നിൽക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ വികസനം അവിടെ ചില ആശുപത്രി ഉണ്ടായി പോകുന്നു, അല്ലെങ്കിൽ അതും ഒരു ഗവൺമെൻറ്റൊന്നുമല്ല. പിന്നെ ഒരുപാട് ധനസഹായം കിട്ടി പലതും ചെയ്യുന്നെങ്കിലും കേരളത്തിലെ മനുഷ്യർ അർഹിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ ആരോഗ്യ അവബോധമുള്ളവരാണ്. കോവിഡ് കാലത്ത് ഞാനൊരു പഠനം നടത്തിയിരുന്നു എൻ്റെ നേതൃത്വത്തിൽ. 95% ആൾക്കാരാണ് മാസ്ക് വയ്ക്കുന്നത്. 95% പേര് മാസ്ക് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ പലയിടത്തും എടുത്ത് ഫോട്ടോഗ്രാഫ് വെച്ചാണ് പഠനം നടത്തിയത്. ഒരു പഠന രീതിയാണത്. അവരറിയാതെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ 95% പേരും മാസ്ക് വയ്ക്കുകയാണ്.
പല സംസ്ഥാനങ്ങളും പോലീസ് ഓട്ടിച്ചിട്ട് അടിച്ചാണ് മാസ്ക് വെപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത അതാണ്. കേരള ജനങ്ങൾക്ക് അവാർഡ് കൊടുക്കണം. മന്ത്രി അടുത്ത പ്രാവശ്യങ്ങളിൽ ഒരു അവാർഡ് പോയി വാങ്ങിക്കാൻ പറയണം, ഇത് കേരളത്തിലെ 200-300 വർഷം മുമ്പേ ഉള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് കേരളം ഒന്നാമതെത്തി നിൽക്കുന്നത്. കേരളത്തിൻ്റെ അറിയാത്തതുമായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി ഞാൻ അവാർഡ് വാങ്ങിക്കുന്നു പറയണം. അത് വല്ല ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കും. പ്രശ്നം വരുമ്പോഴോ, അടുത്ത കാലത്ത് മന്ത്രിയുടെ പ്രസംഗം ഞാൻ ഞെട്ടിപ്പോയി. അവർ പറയുകയാണ് പ്രൈവറ്റ് ആശുപത്രികളൊക്കെ മോശമാണ്. അവരിറക്കിയ പൊതുജനാരോഗ്യ ആക്ട് മന്ത്രി പാവം വായിച്ചിട്ടില്ല. കേരളത്തിലെ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും NGO ആയാലും എല്ലാവരുടെ മന്ത്രിയാണ് ഈ ആരോഗ്യമന്ത്രി. സർക്കാരിൻ്റെ മന്ത്രിയുടെ 30% മന്ത്രിയല്ലേ ആവുള്ളൂ. 30% രോഗികളെ സർക്കാർ പോകുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണെന്ന് മന്ത്രി അറിയണം. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് സ്വകാര്യ ആശുപത്രികളിൽ എത്തിക്കാനായിട്ട് ആംബുലൻസ് ഡ്രൈവർമാർ പണം വാങ്ങുന്നു. മന്ത്രിക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ 5 വർഷം പറയാതിരുന്നത് വലിയ കുറ്റകരമാണ്. അറിയാമെങ്കിൽ എന്ത് നടപടിയെടുത്തു? സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി വേറെ പ്രൈവറ്റ് മന്ത്രിയുണ്ട്, ഒറ്റ മന്ത്രിയുള്ള നമുക്ക് ആരോഗ്യമന്ത്രി. അവർ ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ മൊത്തം ചുമതല അവർക്കാണ്. ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാം ചെറുതാണ്. അതിനകത്ത് വിവിധ ആയുഷ് വരും, മറ്റേ ആധുനിക വൈദ്യശാസ്ത്രം വരും, ആരോഗ്യവകുപ്പ് വരും, മെഡിക്കൽ കോളേജ്, ESIയുടെ ഒരു ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് വരും, പ്രൈവറ്റ് ആശുപത്രികൾ വരും. എല്ലാം ചേർന്നിട്ടാണ് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ മൊത്തം മന്ത്രിയാണ് ആരോഗ്യമന്ത്രി. പ്രൈവറ്റ് ആശുപത്രികൾ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കാണ്. നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? കസേരയിലിരിക്കുന്ന താങ്കളാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യരംഗത്തെ കാഴ്ചപ്പാടുകൾ തന്നെ മാറണം. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് അടുത്ത 25 വർഷത്തിന് ശേഷം എന്ത് വേണം നമ്മളിപ്പോൾ ആലോചിക്കണം. 25 വർഷം മുമ്പ് നമ്മൾ ആലോചിക്കാത്തതിൻ്റെ ദുരിതങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ കേരളം, ചുരുക്കി പറഞ്ഞാൽ കേരള ആരോഗ്യരംഗത്ത് ശരാശരി നോക്കുമ്പോൾ മുന്നിലാണ്. അത് നോക്കുന്ന സൂചികൾ വെച്ചിട്ടാണ്. അതേസമയം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യമനുസരിച്ച്, പ്രത്യേകിച്ച് മനുഷ്യർ ജീവിച്ചിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. ജീവിച്ചിരിക്കുമ്പോൾ മറ്റു രോഗങ്ങളുണ്ടാകും. പലരും പറയാറുണ്ട് ക്യാൻസറൊക്കെ പുതിയതാണ്. ക്യാൻസറൊക്കെ പണ്ടുകൊണ്ട്, ക്യാൻസർ വരുന്നവർ ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല, പെട്ടെന്ന് മരിച്ചു പോയാൽ. ഇപ്പോൾ 70-80 വയസ്സൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിച്ചിരിക്കുന്നതുണ്ടാകുന്ന ക്യാൻസറാകാം, രക്തസമ്മർദ്ദമാകാം, ഡയബറ്റീസ് ആകാം, അപകടങ്ങളാകാം, ഇതൊക്കെ കൊണ്ട് ആളുകൾ മരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് കേരളത്തെ തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട്. തയ്യാറെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രി ജിമ്മിൽ പോയി തയ്യാറെടുക്കാൻ പറ്റും നല്ലത്. കേരളത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റത്തിനെ തയ്യാറെടുപ്പിക്കണം, ഇതിനെ വികസിപ്പിക്കണം. വികസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ എണ്ണം കൂട്ടണം. ആളുടെ എണ്ണം കൂട്ടണമെങ്കിൽ പോലും എന്താ വേണ്ടത്? ധനം വേണം. എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്ത് നീക്കിയിരിപ്പ് കൂട്ടണം. 1%-2% താഴെയാണ് നമ്മുടെ GDPയുടെ, സംസ്ഥാന GDPയുടെ ഭാഗം ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. വളരെ കുറവാണ്. ബജറ്റിൻ്റെ 4%, 5% താഴെയാണ്. ബജറ്റ് കൂട്ടണം. ബജറ്റിലെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്ത് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ആരോഗ്യരംഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റേ കൂട്ടണം. ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്ന സംസ്ഥാനങ്ങളും രാജ്യങ്ങളുമാണ് ആരോഗ്യരംഗത്ത് മുന്നേറുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ UDF ഹെൽത്ത് കമ്മീഷൻ ചെയ്തൊരു കാര്യമുണ്ട്, ഒരു അസസ്മെൻറ്റ്. നമ്മൾ എവിടെ നിൽക്കുന്നു? ഞങ്ങൾ ആ പഠനം നടത്തിയിട്ടുണ്ട്. UDF ഹെൽത്ത് കമ്മീഷൻ റിപ്പോർട്ട് അതാണ്. പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. കാരണം സർക്കാർ ഒരു ഡേറ്റയും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സർക്കാർ പ്രസിദ്ധീകരിച്ച ഡേറ്റ വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഡേറ്റ കൊണ്ടുവരികയോ പഠനം നടത്തുകയും ചെയ്തിട്ടില്ല. ഗവൺമെൻറ് ഡേറ്റ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതൊക്കെ വായിക്കണം. ഇനി ഏറ്റവും പുതിയ ചില കാര്യങ്ങളുണ്ട്. കേരളം പുരോഗമിക്കുന്നതിനൊപ്പം അതിന് മുന്നിലാണ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ പുരോഗമിക്കുന്നത്. സ്വകാര്യ മേഖലയിലൊക്കെ ചികിത്സാ രീതികൾ അതിനൂതനമായി കഴിഞ്ഞു. അപ്പോൾ എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് അത്തരം കാര്യങ്ങൾ ആലോചിക്കണം. പുതിയ മേഖലയെപ്പറ്റി പറയുമ്പോൾ നിലവിലുള്ള കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ ആശുപത്രി തുണ്ടെഴുത്താണ്. ഒരാൾക്ക് ഒരു രോഗിക്ക് ദിവസം 3 തുണ്ട് വേണമെങ്കിലും എടുക്കാം, 3 പ്രാവശ്യമായിട്ട്. ഡിജിറ്റലൈസേഷൻ വേണം. നമ്മുടെ രേഖകളെല്ലാം കമ്പ്യൂട്ടറിൽ. ഇപ്പോൾ ഞാൻ പല രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ, വികസിച്ച നാടുകളിൽ ഒരു ആശുപത്രി അസുഖമായിട്ട് വരുമ്പോൾ ഞാൻ കാർഡ് എടുക്കുമ്പോൾ, എൻ്റെ കാർഡ് എടുത്ത് കൊടുക്കുമ്പോൾ ആ കാർഡ് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ രോഗവിവരങ്ങളും കിട്ടുകയാണ്. ഇത് രാവിലെ എടുത്ത തുണ്ടിലായിരിക്കും ഒരു അസുഖം ഇരിക്കുന്നത്, ഉച്ചയ്ക്ക് എടുത്ത തുണ്ടിൽ വേറൊരു അസുഖമായിരിക്കും. ഇത് 2 രോഗി ഒന്നാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ കേരള IT രംഗത്ത് ഒരുപാട് പുരോഗമിച്ച കേരളത്തിൽ ഇത് ആധുനികമായാലേ പറ്റുള്ളൂ. ഡേറ്റ ഇല്ല. ഉള്ള ഡേറ്റ ഗവൺമെൻറ് ഒളിപ്പിച്ചും വെച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും ഗവൺമെൻറ്റേതായ ഒരു പഠനം കേരളത്തിൽ വന്നിട്ടില്ല. സ്വകാര്യമായിട്ട് പഠനം നടത്താൻ ഡേറ്റ കൊടുക്കുകയും ചെയ്യില്ല. അപ്പോൾ ഡേറ്റ ട്രാൻസ്പാരൻസി ഒക്കെ വേണം. ഇങ്ങനെ ഒരുപാട് പുതിയ വിഷയങ്ങളും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്.
കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ലതാണെന്ന് നമുക്കറിയാം. നല്ല ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ട്, പലരും നല്ല ഉപകരണങ്ങളുണ്ട്. പക്ഷേ നീഡനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രികളിൽ മനുഷ്യർ പോയിട്ട് ബുദ്ധിമുട്ടുന്ന വലയുന്നത്, തറയിൽ കിടക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവിടുത്തെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രിയൊക്കെ എപ്പോഴും പറയും കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളും പൊതുമേഖലയിലുണ്ടെന്ന്. അതൊരു കാപട്യമാണ്. അത് അവർക്കറിയാവുന്നത് കൊണ്ടാണ്, ഒരുപക്ഷെ അതും കൂടെ കൊണ്ടാണ് മന്ത്രിമാരൊക്കെ വിദേശത്ത് പോയി ചികിത്സിക്കുന്നത്. ഞാനൊരു 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞ 4 ചോദ്യം. എനിക്കിതുവരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. കേരളത്തിലെ ചികിത്സകൾ എല്ലാം ഭദ്രമാണെങ്കിൽ, കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള ആരോഗ്യവകുപ്പിലെ സ്ഥാപനങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ, എനിക്ക് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ചോദ്യം, മുഖ്യമന്ത്രി എന്നാണ് അവസാനമായി കേരളത്തിലൊരു സർക്കാർ ആശുപത്രിയിൽ പോയത്? അതിൻ്റെ തീയതി എന്ന് അറിഞ്ഞാൽ മതി. ഇനി മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു, അദ്ദേഹത്തിന് തീരുമാനമാണ്. വേണോ വേണ്ടോ അദ്ദേഹം തീരുമാനിക്കാം. ജനങ്ങളുടെ ടാക്സിൻ്റെ പണം ഉപയോഗിക്കുന്നതുകൊണ്ട് അത് അദ്ദേഹത്തിന് തീരുമാനമാണ്. പക്ഷെ നമുക്ക് എതിർപ്പില്ല, നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. പക്ഷെ മുഖ്യമന്ത്രി ഒരു കാര്യം എന്നോട് പറയണം, മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ കിട്ടുന്ന ചികിത്സ, ആ ചികിത്സ കേരളത്തിൽ ലഭ്യമല്ലെന്ന് ഒരു CPM-കാരനായ ഡോക്ടർക്കുണ്ടെങ്കിലും ഒന്ന് പറയിക്കാമോ? മൂന്നാമത്തത്, ആരോഗ്യമന്ത്രിയും അവർ ചികിത്സ എടുക്കുന്നത് സാധാരണ സ്വകാര്യ ആശുപത്രിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് നല്ല ആശുപത്രികളുണ്ടെന്ന് ഞാൻ സമ്മതിച്ചും കഴിയും. പക്ഷേ ആരോഗ്യമന്ത്രി ഏറ്റവും അവസാനമായിട്ട് പോയ ഗവൺമെൻറ് ആശുപത്രി ഏതാണ്? തീയതി എമർജൻസി ഘട്ടത്തിൽ, അടിയന്തര ഘട്ടത്തിൽ, ഇപ്പോൾ തർക്കമൊക്കെ ഉണ്ടായപ്പോൾ അവർ തൊട്ടടുത്ത ആശുപത്രി ഇപ്പോൾ അതല്ല, തീരുമാനിച്ച് ചികിത്സയ്ക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ആവശ്യം വന്ന് ചികിത്സയ്ക്ക് പോയപ്പോൾ അവസാനം പോയ ഗവൺമെൻറ് ആശുപത്രി ഏതാണ്? ഒരു തീയതി. ഇത് കേൾക്കാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന ആളാണ് അച്യുതാനന്ദൻ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി. അദ്ദേഹത്തോട് എല്ലാവർക്കും ബഹുമാനമാണ്. അദ്ദേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ കിട്ടണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ മലയാളികൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പ്രതിഭ ഒരു ദിവസം കൂടുതൽ ജീവിച്ചിരുന്നെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹത്തിനെ കിടത്തിയിരുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അത് അവരുടെ തീരുമാനം, നമുക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന 2 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ചികിത്സിച്ചില്ല എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യമാണ്. എനിക്കൊരു പക്ഷേ കാരണങ്ങൾ കൂടി അറിയാം, പക്ഷേ കേരളത്തിൽ ജനത ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അച്യുതാനന്ദനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാതെ തൊട്ടടുത്തുള്ളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ എന്നുള്ള അതും അറിയാനൊരു താല്പര്യമുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ കാര്യം പറയുമ്പോൾ മറ്റ് മേഖലകളുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് രംഗം, കേരളത്തിലെ നഴ്സുമാരാണ് കേരളത്തിലെ ചികിത്സാരംഗം മെച്ചപ്പെടുത്തുന്നതിനും കാരണം, കേരളത്തിൽ 1-ാം നമ്പർ കിട്ടുന്നതിനും ഒരു പ്രധാന കാരണം. പക്ഷേ കേരളത്തിൽ നഴ്സുമാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്ലേസ്മെൻറ്റ് തൊട്ട് അവരുടെ ശമ്പള വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഗവൺമെൻറ് അതിനകത്തൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നഴ്സുമാരുടെ സംഘടനകളൊക്കെ സമരം ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ ഡോക്ടർമാർ പലരും ഇപ്പോൾ സമരത്തിലാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരത്തിലാണ്, ആരോഗ്യവകുപ്പ് ഡോക്ടർമാർ സമരത്തിലാണ്. അപ്പം നഴ്സുമാർ സമരം, ഡോക്ടർമാർ സമരം, വിവിധ വിഭാഗങ്ങൾ ഡോക്ടർമാർ സമരം, ESI രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അത് ബാക്കി നിൽക്കുന്നു. ആശാ വർക്കർമാർ ഇപ്പോഴും തുടർ സമരത്തിലാണ്, അവർ പ്രത്യക്ഷ സമരത്തിലല്ലെങ്കിലും. അപ്പോൾ ആരോഗ്യരംഗത്ത് എല്ലാം മെച്ചമാണെങ്കിൽ എങ്ങനെയാണ് ആ മേഖലയിലെ മിക്കവാറും എല്ലാവരും സമരത്തിലാകുന്നുള്ളൊരു ഗവൺമെൻറ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഞാനറിയുന്ന ഇവരുമായിട്ട് ചർച്ചകൾ പോലും നടത്തുന്നില്ല എന്നാണ്. ഗവൺമെൻറ് ഡോക്ടർമാർ പരസ്യമായ റോഡിൽ നിന്ന് വെല്ലുവിളിക്കാൻ മെഡിക്കൽ കോളേജ് അധ്യാപകർ, മന്ത്രി സംവാദത്തിന് തയ്യാറാണ്. സംവാദം വേണ്ട, ചർച്ച നടത്തിയാൽ മതി. ആശാ വർക്കർമാരുമായിട്ടും ചർച്ചയില്ല, നഴ്സുമാരുമായിട്ടും ചർച്ചയില്ല. ഒരു ജനാധിപത്യ ക്രമത്തിൽ ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ ചർച്ചകളാണ്. അപ്പോൾ അതിന് തയ്യാറാണ്, നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി മെഡിക്കൽ വിദ്യാഭ്യാസത്തെപ്പറ്റി, നഴ്സിംഗ് വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോഴും അശ്രദ്ധമാണ്. 36 മെഡിക്കൽ കോളേജുകളോ മറ്റോ ഉണ്ട്. ഇത്രയോ വേണോ വേണമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. ഈ ഉള്ള കോളേജുകൾക്ക് നിലവാരം നിലനിർത്താനും കൂട്ടാനുമായിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുള്ള എനിക്ക് അതിനകത്ത് സംശയമുണ്ട്. സംശയത്തോടെ തന്നെ പറയുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ നിലവാരം ഇല്ലെന്നല്ല, പരിശോധനകൾക്ക് മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ കമ്മീഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഡോക്ടർമാരെ തൽക്കാലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതൊരു നാണക്കേടാണ്. ഗവൺമെൻറ്റിൻ്റെ ഇടപാടിൽ ആളെ പറ്റിക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജിന് എല്ലാ അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് പരിശോധനയ്ക്ക് വരുമ്പോഴത്തേക്ക് വലിയ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് പേരെ കുറച്ച് നാളത്തെ അവിടെ കൊണ്ട് കാണിക്കുക. ആൾമാറാട്ടം നടത്താനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അത് തെറ്റായ നടപടിയാണ്. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ നിലവാരവും നോക്കണം. നമ്മൾ മെഡിക്കൽ കോളേജ് എണ്ണം മാത്രം പോരാ, അതിനുള്ള ഒരു കമ്മീഷനും ഒരു പഠനവും നടന്നിട്ടില്ല.
ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്. ഒരു ക്ലാസ്സിൽ 200 പേരുണ്ടായിരുന്നു. 1951 തുടങ്ങിയ മെഡിക്കൽ കോളേജിലാണ് 83, 84 ഘട്ടത്തിൽ ഞാൻ ചേരുന്നത്. അന്നും 200 പേർക്ക് ഇരിക്കാനുള്ള ഒരു ക്ലാസ് റൂം ഇല്ല. താമസിച്ച് വരുന്നവർ തറയിലായിപ്പോൾ. ഇപ്പോൾ അവിടെ 250 പേരാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. 200 പേർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത ക്ലാസ് റൂമിൽ 250 പേർ എവിടെ ഇരിക്കുമെന്ന് ഊഹിക്കാം. 250 പേർ ഉള്ള ഒരു കോളേജിൽ ഒരു ബാച്ചിലുണ്ടെങ്കിൽ 300 പേർക്ക് ഇരിക്കാവുന്ന 6 ക്ലാസ് റൂം വേണമെന്നാണ്. ഇവിടെ 200 പേർക്ക് ഇരിക്കാവുന്ന 4 ക്ലാസ് റൂം പോലും ഇല്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. നാളത്തെ ഭാവി ഡോക്ടർമാർ നാളത്തെ തലമുറയെ ചികിത്സിക്കേണ്ടവരാണ്. അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് പേര് പുറത്തേക്ക് ജോലികൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. നല്ലതാണ്, നമുക്ക് സമ്പത്ത് കൂടും. പക്ഷെ അവരെ പലരെയും ഇവിടെ നിർത്താൻ കഴിയുമെന്നത് സർക്കാർ ആലോചിക്കണം. ഇപ്പോൾ സേവന വേതന വ്യവസ്ഥകളിൽ സർക്കാർ പുനരാലോചന നടത്തണം. അതുപോലെ തന്നെയാണ് പുറത്തു നിന്ന് പഠിച്ചു വരുന്ന മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി ഡോക്ടർമാരായി വരുമ്പോൾ അവരിപ്പോഴും ഇവിടെ തുല്യതാ പരീക്ഷ 25% അടുപ്പിച്ച് പാസ്സാകുന്നുള്ളൂ. അപ്പോൾ ഈ 75% പേര് ഇങ്ങനെ അലയുകയാണ് പലപ്പോഴും. ഒരുപാട് വർഷമായിട്ട് പാസ്സാകാത്തവരുണ്ട്. ഇതിനകത്ത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. പാസ്സാകാൻ കഴിയുന്നവരെ പുറത്തു പോയി പാസ്സാവും നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി പാസ്സായി വരുന്നവരും വിദേശമാണ് പഠിച്ചെങ്കിൽ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്, അത് വിദേശ കുട്ടികളല്ല. അവർക്ക് ജോലി കിട്ടാതെ അവരിവിടെ അലഞ്ഞു നടന്ന് ഡോക്ടറും ആയിട്ടില്ല എന്നാൽ പഠിച്ചും പോയി പരീക്ഷയും പാസ്സായി അവരെ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. അവരെയൊക്കെ തുല്യതാ പരീക്ഷയ്ക്ക് പാസ്സാകുന്ന രീതിയിൽ പരീക്ഷ പാസ്സാകാൻ പഠിപ്പിച്ചാൽ പോരെ, അവർക്ക് അറിവുണ്ടാകുന്ന രീതിയിൽ അവർക്ക് പരിശീലനം കൊടുക്കാനായിട്ടൊക്കെ ഉള്ള പാരലൽ സമാന്തര സംവിധാനം ഉണ്ടാകും. കാരണം നമ്മുടെ തന്നെ കുട്ടികൾ പലപ്പോഴും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളൊക്കെയാണ്. അവർ ലോൺ എടുത്തൊക്കെയാണ് പോകുന്നത്. ലോൺ എടുത്ത് പോയി പഠിച്ചു വന്നിട്ട് ഇവിടെ ജോലിയില്ല, അവർ ലോൺ അങ്ങ് തിരിച്ചടയ്ക്കും. നല്ല ജോലി കിട്ടിയാൽ പോലും ലോൺ അടയ്ക്കാൻ പറ്റില്ല, അവർ ജോലിയില്ല നിൽക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അടിസ്ഥാനപരമായിട്ട് മേഖലകളിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കാനുണ്ട്.